സിക്കാറിലെ സുവിശേഷ പ്രഘോഷണം 1945 ഏപ്രിൽ 24. ഒരു മൈതാനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോ വലിയൊരു ജനക്കൂട്ടത്തോടെ സംസാരിക്കുന്നു. അവിടുന്ന് ഒരു കൽപ്പീഠത്തിൽ കയറി നിന്നാണ് സംസാരിക്കുന്നത്. ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. 12 ശിഷ്യന്മാരും ആ കൂട്ടത്തിലുണ്ട്. അവരുടെ മുഖത്ത് അതൃപ്തിയും ഭയാശങ്കകളും ദൃശ്യമാണ്. ഈശോയുടെ ഇത്തരം ചില ഏർപ്പാടുകൾ അവർക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ബെർത്തിലോമിയോയും യൂദാസ് കറിയോത്തായും അവരുടെ ഈർഷ്യ പ്രകടമാക്കി. അവർ സമരിയാക്കാരുടെ ഇടയിൽ നിന്നും കഴിയുന്നത്ര മാറിയാണ് നിന്നത്. ആ രംഗത്ത് പ്രമാണിത്വം കാട്ടാനെന്ന വേണം യൂദാസ് ഒരു മരക്കൊമ്പിൽ കയറി കാലിന്മേൽ കാൽ വെച്ചിരിപ്പായി. ബെർത്തിലോമിയോ മൈതാനത്തിൻ്റെ ഒരു മൂലക്ക് ഒരു വാതിലിൽ ചാരി നിൽക്കുകയാണ്. മറ്റു ശിഷ്യന്മാരുടെ മുഖത്തും ഇഷ്ടക്കേടിൻ്റെ ലക്ഷണങ്ങൾ വ്യക്തമായി കാണാം. നേരെ മറിച്ച് ഈശോയുടെ നിത്യസാധാരണമായ മുഖഭാവത്തിന് നേരിയ മാറ്റം പോലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ആ ജനങ്ങൾക്ക് പിതാവായ ദൈവത്തോടുള്ള ഭയം ദൂരീകരിക്കുന്നതിനും ആ ബന്ധം സ്നേഹമസൃണമാക്കുന്നതിനും അവിടുന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ സംശയങ്ങളും ദൂരീകരിക്കപ്പെടും. അദ്ദേഹം 2-3 കുട്ടികളെ അടുത്ത് വിളിച്ച് തലോടിക്കൊണ്ട് അവരുടെ പേര് ചോദിക്കുന്നു. ഒരു വൃദ്ധന് താല്പര്യപൂർവ്വം കൈ കൊടുക്കുന്നു. ആരോ ഉന്നയിച്ച പൊതു താല്പര്യമില്ലാത്ത 2-3 സ്വകാര്യ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് ഉത്തരം നൽകുന്നു. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഉന്നയിച്ചതാണ് ആദ്യത്തെ പ്രശ്നം. കാമുകനുമായി ഒളിച്ചോടിപ്പോയവൾ ഇപ്പോൾ ക്ഷമയാചിക്കുന്നു. പിതാവ് എന്തു ചെയ്യണം എന്നതാണ് ചോദ്യം. അവളോടുടനെ ക്ഷമിക്കുക. എന്നാൽ ഗുരു, അവളെ പ്രതി ഞാൻ ഏറെ കഷ്ടത അനുഭവിച്ചു. ഇപ്പോഴും ആ കഷ്ടത തുടരുകയാണ്. ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ എനിക്ക് 10 വയസ്സെങ്കിലും കൂടിക്കാണും. ക്ഷമിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. എനിക്കത് സാധ്യമല്ല. എൻ്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. അത് ശരിയാണ്. എന്നാൽ ആ മുറിവിൽ നമ്മെ വേദനിപ്പിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് മുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച അനിഷേധ്യമായ ആഘാതമാണ്. അവളെ സ്നേഹിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ ഉദ്യമമാണ് രണ്ടാമത്തേത്. കുറഞ്ഞ പക്ഷം രണ്ടാമത്തേതെങ്കിലും ഉപേക്ഷിക്കുക. സ്നേഹത്തിൻ്റെ പരമോന്നത രൂപമായ ക്ഷമ മൂലം നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്ക് ജനിച്ച പുത്രിക്ക് നിങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും സ്നേഹം ലഭിക്കുവാനുള്ള അവകാശമുണ്ട്. അവൾ രോഗബാധിതയാണെന്നും നിങ്ങൾ സൗഖ്യപ്പെടുത്താതിരുന്നാൽ മരിച്ചു പോകുമെന്നും വന്നാൽ നിങ്ങൾ അവളെ മരണത്തിന് വിട്ടുകൊടുക്കുമോ? ഇല്ല എന്നത് തീർച്ചയാണ്. ക്ഷമ മൂലം അവളുടെ പ്രയാസങ്ങൾ തീർക്കുവാനും അവളെ പഴയതുപോലെ സന്തുഷ്ടയാക്കി തീർക്കാനും നിങ്ങൾക്ക് കഴിയും. എന്തെന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികാരത്തിന് അവൾ കീഴ്പ്പെട്ട് പോവുകയാണ് ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാവൂ. അതായത്, ഞാൻ അവളോട് ക്ഷമിക്കണമെന്നാണോ അവിടുന്ന് ഉപദേശിക്കുന്നത്? നീ അത് ചെയ്യണം. അവൾ എൻ്റെ വീട്ടിൽ സ്വതന്ത്രമായി വ്യാപരിക്കുന്നത് കണ്ടിരിക്കാനും അവൾ ചെയ്ത ദുഷ്കൃത്യത്തിന് അവളെ ശപിക്കാതിരിക്കാനും എനിക്ക് എങ്ങനെ കഴിയും? അങ്ങനെയാണെങ്കിൽ അവളോട് ക്ഷമിക്കേണ്ട. ക്ഷമയുടെ പേരിൽ താങ്കളുടെ വീട് അവൾക്ക് വീണ്ടും തുറന്നു കൊടുക്കേണ്ട. എന്നാൽ താങ്കളുടെ ഹൃദയം അവൾക്ക് വേണ്ടി വീണ്ടും തുറന്നു കൊടുത്തുകൂടെ? എന്താ, അതിന് സന്മനസ് കാണിക്കരുതോ? അസ്വസ്ഥമായ ഒരു യാത്രയിൽ നാം കാണിക്കുന്ന ക്ഷമാശീലം നമ്മുടെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ കാണിക്കുവാൻ നമുക്ക് കഴിയുകയില്ലേ? വിധവയായ ഒരു സ്ത്രീ ഈശോയുടെ അടുത്ത് വന്ന് മറ്റൊരു പ്രശ്നം ഉന്നയിച്ചു. തൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു പിതാവിനെ നൽകാനായി ഭർത്തൃ സഹോദരനെ വിവാഹം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് അവൾക്ക് അറിയേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് അയാളൊരു യഥാർത്ഥ പിതാവായിരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതേ ഗുരു, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. എനിക്ക് 3 ആൺകുട്ടികളുണ്ട്. ആ മനുഷ്യൻ അവരെ നല്ലവണ്ണം വളർത്തിക്കൊള്ളാം. ശരി, അവനെ വിവാഹം കഴിച്ചു കൊള്ളുക. ആദ്യ ഭർത്താവിനെന്ന പോലെ ഇവനും നീ ഒരു ഉത്തമ ഭാര്യയായി വർത്തിക്കണം. അന്ത്യോക്യയിൽ പോകാനുള്ളൊരു ക്ഷണം താൻ സ്വീകരിച്ചാൽ അത് ശരിയോ തെറ്റോ എന്നാണ് 3ാമത്തെ ഒരാളുടെ ചോദ്യം. ഹേ മനുഷ്യ, താങ്കൾ എന്തിനാണ് അന്ത്യോക്യയിൽ പോകുന്നത്? ഈശോ ചോദിച്ചു. എനിക്ക് എൻ്റെ വലിയ കുടുംബത്തിനും ജീവിക്കാനുള്ള വക ഇവിടെ നിന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല. ജോലിയിൽ എനിക്കുള്ള പ്രാഗല്യം കണ്ട് സംതൃപ്തനായ ഒരു പുറംജാതിക്കാരൻ എന്നെ ജോലി തരാമെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് കൂടെ കൊണ്ടുപോകാം. എന്നാൽ എനിക്കതിൽ താല്പര്യമില്ല. ഒരു ശമരിയാക്കാരൻ്റെ ഈ ഹുങ്ക് താങ്കൾക്ക് അസാധാരണമായി തോന്നിയേക്കാം. ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മനുഷ്യൻ ഒരു അന്യമതസ്ഥനാണ്. അതുകൊണ്ട്
മലിനീകരിക്കപ്പെടാൻ സ്വയം ആഗ്രഹിക്കാത്ത ഒരാളെ മലിനീകരിക്കാൻ യാതൊന്നിനും കഴിയുകയില്ല. അന്ത്യോക്യയിലേക്ക് പോവുക, സത്യദൈവത്തെ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ വഴി നടത്തും. നീ നിന്റെ യജമാനന് സഹായിയായി തീരും. നിന്റെ വിശ്വസ്തതയിലൂടെ അവൻ ദൈവത്തെ മനസ്സിലാക്കും. അതിനുശേഷം ഈശോ ജനക്കൂട്ടത്തോട് സംസാരിച്ചു. നിങ്ങളിൽ പലരുടെയും ആവലാതികൾ ഞാൻ കേട്ടു. നിങ്ങളുടെ പോലും ശ്രദ്ധയിൽപ്പെട്ടിരിക്കാൻ ഇടയില്ലാത്ത ഒരു നിഗൂഢ ദുഃഖത്താൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയം വൃണതമായിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഈ ദുഃഖം നൂറ്റാണ്ടുകളായി കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ന്യായവാദങ്ങൾ കൊണ്ടോ നിങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങൾ കൊണ്ടോ ഇത് ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല. നേരെ മറിച്ച് മഞ്ഞുമഴ മഞ്ഞുകട്ടയായി തീർന്നാൽ എന്ന പോലെ അത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് വ്യാപിക്കുകയും അതിൻ്റെ ഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളിൽ ഒരാളല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരിൽപ്പെട്ട ഒരാളുമല്ല. ഞാൻ നീതിയും ജ്ഞാനവുമാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ചൂണ്ടിക്കാണിക്കാനായി ഞാൻ ഒരിക്കൽ കൂടി എസെക്കിയേലിനെ ഉദ്ധരിക്കുകയാണ്. സമരിയായെയും ജെറുസലേമിനെയും സംബന്ധിച്ച് പ്രവാചകൻ്റെതായ ശൈലിയിൽ അദ്ദേഹം പറയുന്നത് അവ രണ്ടും ഒരേ അമ്മയുടെ പുത്രിമാരാണെന്നാണ്. അദ്ദേഹം ഈ പട്ടങ്ങളെ ഓഹോല എന്നും ഓഹോലിബ എന്നും പേർ വിളിക്കുന്നു. ഇവയിൽ ആദ്യത്തേത് വിഗ്രഹ ആരാധനയിൽ വീണുപോയി. സ്വർഗീയ പിതാവുമായുള്ള ആത്മീയ ബന്ധം നഷ്ടപ്പെടുത്തിയതിനാലാണ് സമരിയായ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. എപ്പോഴായാലും നിത്യരക്ഷ എന്നത് ദൈവത്തെക്കാളും എന്നല്ല സമരിയേക്കാളും താണപടിയിലുള്ള ഒരിടത്തു നിന്നാണ് ഈ മോശമായവ അവൾ സ്വീകരിച്ചത്. തിന്മയിലേക്ക് നയിക്കപ്പെട്ട അവൾ അങ്ങനെ ചെയ്ത ദുഷ്ടന്മാരുടെ ജീവിത രീതിക്ക് അടിമയാകത്തക്ക വിധം അധംപതിച്ചു. ശക്തിയാകാൻ ആഗ്രഹിച്ച അവൾ അതിനു പകരം ദുർബലയായി. മേധാവിത്വം ആഗ്രഹിച്ച അവൾ വിധേയയായി. ധിക്കാരിയായിരുന്നതിനാൽ അവൾക്ക് മനസാന്നിധ്യം നഷ്ടപ്പെട്ടു. അതികഠിനമായ രോഗബാധയുള്ള ഒരാളെ അതിൽ നിന്നും മോചിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ചോദിച്ചേക്കാം, ഞങ്ങൾ മോശക്കാരാണ്? അല്ല, ഞങ്ങൾക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. അതെ, നിങ്ങൾ മഹത്തുക്കളായിരുന്നു. പക്ഷേ എങ്ങനെ? ആ പദവി നേടാൻ നിങ്ങൾ എന്തു ചെയ്തു? അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ എത്രയോ പേർ, സ്ത്രീകളിൽ പോലും എത്രയോ പേർ ഭയാനകമാം വിധം മാനം വിറ്റിട്ടല്ലേ സമ്പത്ത് നേടിയത്. അവർ ഇപ്രകാരം സമ്പാദിച്ചത് നശ്വരമായ വസ്തുക്കളാണ്. അനശ്വരമായ ചിലത്, അവരുടെ മാന്യത അവർക്ക് നഷ്ടപ്പെടുന്നു. തെറ്റുകൾ മുഖേന ഒഹോല ശമരിയ സമ്പന്നമായപ്പോൾ ഒഹോലിബ ജെറുസലേം അവളെ അനുകരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒഹോലിബ മറ്റവളേക്കാൾ തരം താഴുകയും രണ്ടിരട്ടി പാപിയായിത്തീരുകയും ചെയ്തു. എന്തെന്നാൽ സത്യദൈവം കൂടെ ഉണ്ടായിരുന്നവൾ സമരിയായോട് ചേർന്ന് പാപമാർഗത്തിൽ ഒരിക്കലും സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു. ഇരട്ടി ആവശ്യത്തോടെ പാപം ചെയ്ത ജെറുസലേമിലെ ദൈവം അതികഠിനമായി ശിക്ഷിച്ചു. ഇതിലും കഠിനമായ ശിക്ഷകൾ ഇനി നൽകുകയും ചെയ്യും. ദൈവം അവളുടെ നേരെ പുറംതിരിയും. യൂദായിൽ ഉൾപ്പെടാത്തവരുടെ അടുത്തേക്ക് പോകുന്നതിനായി ദൈവം ഇപ്പോൾ തന്നെ അപ്രകാരം ചെയ്തിരിക്കുന്നു. ഇതിന് ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. എന്തെന്നാൽ അവിടുന്ന് തന്നെ തന്നെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയില്ല. അവിടുന്ന് ഓരോരുത്തരുടെയും നേരെ തൻ്റെ കരങ്ങൾ നീട്ടുന്നു. അവിടുന്ന് ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. എന്നാൽ ദൂരെ പോവുക എന്ന് ആരെങ്കിലും തന്നോട് പറഞ്ഞാൽ അവിടുന്ന് അപ്രകാരം ചെയ്യുന്നു. സ്നേഹം തേടി അവിടുന്ന് മറ്റെവിടെയെങ്കിലും പോയി മറ്റേ ആരെയെങ്കിലും ക്ഷണിക്കുന്നു. ഞാൻ വരാമെന്ന് പറയുന്ന ആരെയെങ്കിലും കണ്ടെത്തുന്നത് വരെ അവിടുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ധ്യാനിച്ചാൽ ഇന്നത്തെ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടും. ഒഹോല, നിന്റെ ബോധം വീണ്ടെടുക്കൂ. ദൈവം നിന്നെ വിളിക്കുന്നു. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുന്നതിലാണ് മനുഷ്യൻ്റെ വിവേകം ഇരിക്കുന്നത്. സത്യദൈവത്തെയും അവിടുത്തെ സത്യത്തെയും സ്നേഹിക്കുന്നതിലാണ് ആത്മാവ് വിവേകം കാണിക്കേണ്ടത്. ഒഹോലിബായെയോ ഫിനിഷിയെയോ ഈജിപ്തിനെയോ നോക്കേണ്ടതില്ല. നോക്കേണ്ടത് ദൈവത്തെയാണ്. ഓരോ പുണ്യാത്മാവിൻ്റെയും പിതൃഭവനം സ്വർഗമാണ്. അവിടെ അനവധി നിയമങ്ങളില്ല, ഒരേ ഒരു നിയമമേയുള്ളൂ, ദൈവത്തിൻ്റെ നിയമം. ആ നിയമങ്ങളിലൂടെ ഏതൊരാളും നിത്യജീവൻ പ്രാപിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുവിൻ. ദൈവം ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളോട് വരിക എന്ന് പറയുന്നതിനായി അവിടുന്ന് തൻ്റെ വചനത്തെ അയച്ചിരിക്കുന്നു.
ഞാൻ നിങ്ങളോട് പറയുന്നു, വരിക. നിങ്ങളെ പീഡിപ്പിക്കുകയും തള്ളിക്കളയുകയും ചെയ്തത് ആരാണ്? അങ്ങനെ ചെയ്തത് നിങ്ങളുടെ സഹജാതർ തന്നെയല്ലേ? എന്നാൽ ദൈവം അതീതനാണ്. അവിടുന്ന് നിങ്ങളോട് പറയുന്നു, വരിക. ദേവാലയത്തിന് അകത്തല്ലാതിരുന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാലം വരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷിക്കും. എന്നാൽ ആത്മാക്കൾ അതിലുമധികം സന്തോഷിക്കും. എന്തെന്നാൽ സമര്യായിൽ ചിന്നിച്ചിതറി താമസിക്കുന്നവരുടെ നല്ല ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ക്ഷമ ഇതാ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ വരവിനായി ഒരുങ്ങുവിൻ. മാർഗവംശം വന്നുപോയ ദൈവമക്കളെ, ലോകരക്ഷകന്റെ അടുത്തേക്ക് നിങ്ങൾ വരുവിൻ, ഈശോ പറഞ്ഞു. അപ്പോൾ അവർ പ്രതിവചിച്ചു, ഞങ്ങളിൽ ചിലരെങ്കിലും അങ്ങനെ അനുഗമിക്കും. എന്നാൽ മറുപക്ഷത്ത് നിൽക്കുന്ന യൂതർക്ക് ഞങ്ങളെ ആവശ്യമില്ലല്ലോ. പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ഒപ്പം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, എഫ്രൈമിൻ്റെയും അവൻ്റെ ബന്ധപ്പെട്ട വംശങ്ങളുടെയും പക്കൽ നിന്ന് ജോസഫിൻ്റെ വടി ഞാൻ എടുക്കാൻ പോവുകയാണ്. അതിനെ യൂദായുടെ വടിയുമായി യോജിപ്പിച്ച് ഞാൻ ഒരൊറ്റ വടിയുണ്ടാക്കും. നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകണ്ട, എൻ്റെ അടുത്തേക്ക് വരുവിൻ. ഞാൻ ആരെയും തള്ളിക്കളയുകയില്ല. എല്ലാവരുടെയും മേൽ അധികാരമുള്ള രാജാവെന്ന് ഞാൻ വിളിക്കപ്പെടും. ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹമുള്ള എല്ലാ ജനതകളെയും ഞാൻ ശുദ്ധീകരിക്കും. ഇടയനില്ലാത്ത ആടുകളെ പോലെ, അഥവാ ഇടയന്മാരുടെ പ്രതിമകൾ മാത്രമുള്ള ആടുകളെ പോലെ അലയുന്ന നിങ്ങളെ ഞാൻ കൂട്ടി യോജിപ്പിക്കും. എന്നാൽ ഞാൻ നല്ല ഇടയനാകുന്നു. ഞാൻ ഒരു പള്ളി മാത്രമേ പണിയുകയുള്ളൂ. അതെൻ്റെ വിശ്വാസികളുടെ മധ്യയായിരിക്കും. ആ പള്ളി ജീവന്റെ സ്രോതസ്സും ജീവന്റെ അപ്പവും പ്രകാശവും രക്ഷയും സംരക്ഷണവും വിജ്ഞാനവുമായിരിക്കും. അതെല്ലാമായിരിക്കും. എന്തെന്നാൽ അത് മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനായി നൽകപ്പെടുന്ന ജീവന്റെ അപ്പമായിരിക്കും. അത് ശുദ്ധീകരണത്തിനായി വഴിഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധിയായിരിക്കും. ഞാൻ അതാണ്. അതായിരിക്കുകയും ചെയ്യും. വിദ്വേഷത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും ഭയത്തിൻ്റെയും നാളുകൾ കഴിഞ്ഞു പോയിരുന്നു. വരിക. നിങ്ങൾ പ്രിയപ്പെട്ട ഒരു ജനസമൂഹമാണ്, അനന്തമായി പ്രിയപ്പെട്ട ജനസമൂഹം. എന്തെന്നാൽ നിങ്ങൾ രോഗികളും ക്ഷീണിതരുമാണ്. എന്തെന്നാൽ ഒരസ്ത്രത്താൽ നിങ്ങളുടെ ആത്മാക്കളുടെ സിരകൾ പിളർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ദൈവത്തിൽ നിന്നും നിങ്ങൾ അകന്നു പോയിരിക്കുന്നു. വരിക. നിങ്ങൾ പിറന്നു വീണ മടിത്തട്ടിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ ജീവൻ നുകർന്ന മാറിടത്തിലേക്ക് വരിക. കരുണയും ചൂടും നിങ്ങൾക്കിപ്പോഴും അവിടെ നിന്ന് ലഭിക്കും. വരിക. ജീവനിലേക്കും രക്ഷയിലേക്കും വരിക.